ഇസ്രായേലിൻ്റെ ആണവ രഹസ്യങ്ങൾ ഇറാൻ ചോർത്തി പരസ്യപ്പെടുത്തി ഇസ്രായേലിനെയും അമേരിക്കയും ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നിരിക്കുന്നത്. ആണവ റിയാക്ടറിലെ അകത്തുള്ള ചിത്രങ്ങളും അതിൻ്റെ രഹസ്യമായിരിക്കുന്ന സൂക്ഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ അവിടുത്തെ ജീവനക്കാരുടെ രഹസ്യ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളുമാണ് ഇറാന് ചോർത്താൻ വേണ്ടി സാധിച്ചത്. ഇത് മൊസാദിനെ വെല്ലുന്ന രീതിയിലുള്ള രഹസ്യ പ്രവൃത്തി ഇസ്രായേലിൻ്റെ അകത്ത് ഇറാൻ നടത്തിയതിൻ്റെ പ്രതിഫലനമാണ് എന്നുള്ള അഭിപ്രായം പുറത്തു വന്നിരിക്കുകയാണ്. ഇറാൻ്റെ രഹസ്യ സംഘം കുറച്ചു കാലമായി ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് രഹസ്യം ചോർത്താൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടത്തുന്നു. 189 ശാസ്ത്രജ്ഞന്മാരുടെ പൂർണ്ണമായിരിക്കുന്ന മേൽവിലാസവും പാസ്പോർട്ട് കോപ്പിയും ആദ്യഘട്ടത്തിലും രണ്ടാം ഘട്ടത്തിൽ അവിടുത്തെ ജീവനക്കാരുമായിട്ട് ബന്ധപ്പെട്ടവരുടെ വിവരങ്ങളും വീപ്പൺസ് പ്രൊജക്റ്റ് അപ്പാടെയുള്ള അതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും ഇറാൻ്റെ ചോർത്തിയ ലിസ്റ്റിലും പ്രസിദ്ധീകരിച്ച ലിസ്റ്റിലും കാണാൻ വേണ്ടി സാധിക്കുന്നു. ഇറാന് ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ള ഒരു എളുപ്പമാർഗവും വഴികളും ഉണ്ടാക്കാനുള്ള വലിയ ശ്രമത്തിൻ്റെ ഭാഗമായി കുറച്ചു കാലമായി അതീവ രഹസ്യമായിരിക്കുന്ന പ്രവർത്തനമാണ് ഇസ്രായേലിൻ്റെ അകത്തും പുറത്തും അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ലക്ഷ്യം കണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇറാനിൽ നിന്ന് പിടികൂടിയ ഇസ്രായേലി ഒറ്റുകാരുടെ വിവരശേഖരത്തിൽ നിന്നും ഇവർക്ക് ഒരുപാട് രഹസ്യ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സൈനിക മേധാവികളെയും ശാസ്ത്രജ്ഞരെയും ഇസ്രായേൽ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തിയതോടനുബന്ധിച്ച് 500-ലധികം ഇസ്രായേൽ ചാരന്മാരെയാണ് ഇറാൻ പിടികൂടിയത്. അവർ നല്ലൊരു ശതമാനവും ഗവൺമെൻറ്റുമായി നേരിട്ട് ബന്ധമുള്ളവരാണ് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നതിൽ നിന്ന് ഈ ഇസ്രായേൽ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള മർമ്മപ്രധാനമായിരിക്കുന്ന രഹസ്യങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇറാന് സാധിച്ചു. 300ഓളം ഇത്തരം ഇസ്രായേലി ചാരന്മാരെ വിട്ടു നൽകാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും തലയില്ലാത്ത രീതിയിലാണ് അവരെ വിട്ടു നൽകുക എന്ന മറുപടിയാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നത്. ഇതോടുകൂടി ഇസ്രായേൽ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു. കാര്യം രഹസ്യങ്ങൾ അപ്പാടെ ചോർത്തിയെടുക്കാൻ കൽപ്പുള്ള അല്ലെങ്കിൽ രഹസ്യങ്ങൾ അപ്പാടെ അറിയുന്ന നല്ലൊരു വിഭാഗം ഇറാനിൽ ഇസ്രായേലിന് വേണ്ടി ചാരപ്രവർത്തനം നടത്തുന്നു എന്നത് ഇസ്രായേൽ വലിയ പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ്. ഇസ്രായേലിൻ്റെ അതിപ്രധാനമായിരിക്കുന്ന ആണവ രഹസ്യങ്ങൾ ചോർന്നു എന്ന് ഇസ്രായേലി മീഡിയകൾ സമ്മതിച്ചു. അത് ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനത്തെ നിയോഗിക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചു. ആണവ നിലയത്തിൻ്റെ ദൃശ്യങ്ങളും പ്രൊഫൈലുകളും ചിത്രങ്ങളും ഇസ്രായേലി ചാരന്മാർ ചോർത്തി ഇറാന് നൽകി എന്നും പറയുന്നു. അത് ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഡിമോണ റിയാക്ടർ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 1958-ലാണ് ഡിമോണ റിയാക്ടർ എന്ന ആണവ നിലയം ഇസ്രായേൽ സ്ഥാപിക്കുന്നത്. 1960 കാലഘട്ടത്തിൽ അതിൻ്റെ പ്രവർത്തനവും ആരംഭിച്ചു. ഏറ്റവും പ്രമുഖമായിരിക്കുന്ന ആണവ കേന്ദ്രമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിനു വേണ്ടിയിട്ട് സഹായങ്ങൾ ബ്രിട്ടനും അമേരിക്കയും ആ കാലഘട്ടത്തിൽ തന്നെ ചെയ്തു വന്നു. ജീവനക്കാരുടെ രഹസ്യം ചോർന്നതോടുകൂടി അവരുടെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ആകാംക്ഷ ഇസ്രായേൽ ഇപ്പോൾ നിലനിൽക്കുന്നു എന്ന റിപ്പോർട്ടും പുറത്തു വരുന്നു. പുതിയ ആണവ നിലയത്തിൻ്റെ രഹസ്യങ്ങളും അതേക്കുറിച്ചുള്ള വിവരങ്ങളും അതും കൂടി ഇതിൻ്റെ കൂടെ ചോർത്തപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സുരക്ഷാ മേഖല ഭേദിച്ചുകൊണ്ട് ആണവ കേന്ദ്രത്തിലേക്ക് ഇറാൻ്റെ സംവിധാനങ്ങൾ എങ്ങനെ എത്തി എന്നുള്ളതിനെക്കുറിച്ച് വലിയ അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നു. അതേക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠനം നടത്തി വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് നൽകാൻ വേണ്ടി പറയുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇറാൻ ഇസ്രായേൽ അഴിഞ്ഞാടിയ ദിവസമാണ് കഴിഞ്ഞ ദിവസം അവസാനിച്ചത് എന്നാണ് ചില അറേബ്യൻ പത്രങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. IAEAയുടെ ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രേസിയുടെ വ്യക്തിഗത ചിത്രങ്ങളും പുറത്തുവിട്ടതിൽ പെടുന്നു എന്ന് പറയുന്നു. അപ്പോൾ IAEAയുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ രഹസ്യ വിവരങ്ങൾ പുറത്ത് വന്നതുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രചരിക്കുകയാണ്. അത് എങ്ങനെ സാധിച്ചു എന്നുള്ളതാണ്. അതിന് മറ്റൊരു തലത്തിൽ അതിനെക്കുറിച്ച് ചില ഇറാൻ്റെ പത്രങ്ങൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: IAEAക്ക് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ട്. IAEAക്ക് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ അമേരിക്കയുമായിട്ടും ബന്ധമുണ്ട്. അതുകൊണ്ടാണ്
ഇറാനിലുള്ള ആണവ കേന്ദ്രത്തെ അമേരിക്കയും ഇസ്രായേലും ആക്രമിച്ചപ്പോൾ IAEA പ്രതികരിക്കുക പോലും ചെയ്തിട്ടില്ല. പ്രതിഷേധിക്കുകയോ ചെയ്ത് തെറ്റാണെന്ന് പറയുകയോ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറയുകയോ യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സമയത്ത് അമേരിക്കക്കും ഇസ്രായേലിനും അനുകൂലമായിരിക്കുന്ന നിലപാടെടുക്കുകയും ഇറാനെതിരെ ഒറ്റുകാരെ പോലെ പ്രവർത്തിക്കുന്ന രീതിയും സ്വഭാവവുമാണ് ആ സമയത്ത് ഉണ്ടായത് എന്ന ആരോപണം ഇറാന് തന്നെ ഉണ്ടായിരുന്നു. അത് യാഥാർത്ഥ്യമാകുന്ന രീതിയിലാണ് ഇപ്പോൾ IAEAയുടെ ഡയറക്ടർ ജനറലിൻ്റെ രഹസ്യങ്ങളും ചോർത്താൻ സാധിച്ചു എന്ന് ഇറാൻ അവകാശപ്പെട്ടതിനോടനുബന്ധിച്ച് വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. നെഗേവ് മരുഭൂമി, അവിടെയാണ് ഇവരുടെ ഏറ്റവും വലിയ ഈ ആണവ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഡിമോണ ആണവ കേന്ദ്രം, അതാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആണവ കേന്ദ്രമായത്, പ്രവർത്തിക്കുന്ന മേഖല. ഇതിൽ പറയുന്നത് ഡിമോണ പട്ടണത്തിൽ നിന്ന് 15 കിലോമീറ്ററാണ് നെഗേവ് മരുഭൂമിയിലേക്കുള്ളത്, അതായത് ഈ മേഖല കേന്ദ്രീകരിച്ച് ഉള്ളത്. ബർഷബ എന്ന് പറയുന്ന മേഖല കേന്ദ്രീകരിച്ചാണെങ്കിൽ 40 കിലോമീറ്റർ. ടെലവീവിൽ നിന്ന് ഡിമോണയിലേക്ക് നേരിട്ടാണ് പോകുന്നത് 40 കിലോമീറ്റർ. ഈട് വഴിയും കുറുക്ക് വഴികളും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇതെല്ലാം ഇപ്പോൾ ഇറാൻ പുറത്ത് വിട്ട വിവരങ്ങളിൽ പ്രധാനമായിട്ട് പറയുന്ന കാര്യമാണ്. അത് കിലോമീറ്റർ മാത്രമല്ല അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്, കുറുക്ക് വഴികളും ഊടുവഴികളും ഈ മേഖലയിലേക്കുണ്ട് എന്നുള്ളതാണ്. ഇറാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്ന സമയം, അത് ആദ്യഘട്ടത്തിൽ 300ഓളം മിസൈലുകൾ പായിച്ചു എന്ന് പറയപ്പെടുന്ന ആ കാലത്ത് 40-ലധികം മിസൈലുകൾ ഈ നെഗേവ് മരുഭൂമി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇറാൻ പറത്തിയത്. അത് ആദ്യഘട്ടത്തിലൊന്നും അന്താരാഷ്ട്ര മീഡിയകൾ ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവത്തോടു കൂടി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മാത്രമല്ല ആ സമയത്തെല്ലാം ഇറാനെ വിമർശിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത്. മണ്ടന്മാരായിരിക്കുന്ന ഇറാനികൾ യഥാർത്ഥത്തിൽ മരുഭൂമിയിലേക്ക്, ആളില്ലാത്ത മരുഭൂമിയിലേക്കാണ് മിസൈൽ പായിച്ചത്. 40-ലധികം മിസൈലുകൾ ആ മേഖലയിൽ വീണാണ് പൊട്ടിയത്. അവിടെ ആളില്ല, താമസമില്ല, ബിൽഡിങ്ങുകളില്ല, മറ്റ് സൗകര്യകാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്തിനിട്ടു ഇവർ മണ്ടത്തരം ചെയ്ത് എന്നൊക്കെ പറഞ്ഞു. വല്ലാതെ ദിവസം കഴിയുന്നതിന് മുൻപ് തന്നെ യഥാർത്ഥത്തിൽ ആ സമയത്തൊന്നും ഇസ്രായേൽ ഗവൺമെൻറ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചേ ഇല്ല. ചില മീഡിയകൾ ഈ നമ്മുടെ ആണവ നിലയെ തെരഞ്ഞുകൊണ്ട് ചില ആളുകൾ എത്തിയിട്ടുണ്ട് എന്ന ഹെഡിങ്ങോട് കൂടി ചില റിപ്പോർട്ട് കൊടുത്തു. ആളുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ മിസൈലാണ്. നമ്മുടെ ആണവ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ചില രഹസ്യമായിരിക്കുന്ന ആളുകൾ എന്ന്. പിന്നീട് അത് ഘട്ടം ഘട്ടമായ രീതിയിൽ ആ റിപ്പോർട്ടുകളിൽ വിശാലത രേഖപ്പെടുത്തുകയും കൃത്യമായ രീതിയിൽ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തു. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ലോകം ഞെട്ടിപ്പോയത്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് 40ഓളം മിസൈലുകൾ വിട്ടു എന്നുള്ളതും ഇതിനെ തിരയുകയാണ് യഥാർത്ഥത്തിൽ ചെയ്ത് എന്നുള്ളതും. അപ്പോൾ ഈ മേഖലയിലാണ് എന്നുള്ളതും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കാണാൻ വേണ്ടി ഇറാന് സാധിച്ചിട്ടില്ല എന്നുള്ള പരാതിയും ന്യായീകരണവുമാണ് അന്ന് ഇസ്രായേൽ നൽകി. എന്നാൽ ഇപ്പോഴത്തെ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി രീതികൾക്ക് വലിയ മാറ്റങ്ങൾ വന്നു. ഇത് കൃത്യമായ രീതിയിൽ ഇറാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇന്ന സ്ഥലത്ത്, ഇന്ന ഏരിയയിൽ, ഇന്ന രൂപത്തിലാണ് ഉള്ളത് എന്നുള്ളതും തങ്ങൾക്ക് ആക്രമിക്കണമെങ്കിൽ ഏകദേശം 1984 കിലോമീറ്റർ അത്രയാണ് അതിൻ്റെ ആ ഭാഗത്തേക്ക് ഇറാനിൽ നിന്ന് മിസൈലിൻ്റെ ദൂരപരിധി ഏകദേശം കണക്കാക്കുന്നത്. അങ്ങനെയെങ്കിൽ കൃത്യമായ രീതിയിൽ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. ഞങ്ങൾ തെലാവീവിനെ ആക്രമിച്ചിട്ടുണ്ട്, ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാന മേഖല ആക്രമിച്ചിട്ടുണ്ട്, ഈ സീപോർട്ട് കേന്ദ്രീകരിച്ചും എയർപോർട്ട് കേന്ദ്രീകരിച്ചും യമൻ ആക്രമണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആക്രമണം നടത്തുക എന്നുള്ളതും കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ട് മിസൈൽ പായിപ്പിക്കുക എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. സമാന സ്ഥിതി വല്ലാതെ വൈകാതെ ഉണ്ടാവും എന്നാണ് ഈ പറഞ്ഞു വെച്ചതിൻ്റെ സാരാംശം എന്നുകൂടി ഇതോടനുബന്ധിച്ച് തന്നെ അവർ പറയുകയാണ്. അപ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആണവ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു മുസ്ലിം രാജ്യം അതിൻ്റെ രഹസ്യങ്ങൾ ചോർത്തി എന്നുള്ളതും അത് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതും തങ്ങൾ വേണമെങ്കിൽ ആ രാജ്യത്തെ ആക്രമിക്കും എന്ന് പരസ്യമായിട്ട് പറയുകയും ചെയ്തത്.